ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം എല്ലാവർക്കും. എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വീണ്ടും തായിഫിൽ നിന്നാണ്. നമ്മളെ തായിഫ്, സൗദി അറേബ്യ തായിഫിൽ മലകൾ കണ്ടങ്ങൾ ഫുള്ള് മലകളാണ്. മലകൾ ഒരുപാട് കിലോമീറ്ററുകളോളം മലകളുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഞാനിതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പച്ചപ്പുള്ള സ്ഥലങ്ങൾ കാണിച്ചു തന്നിരുന്നു. ഇത് നമ്മൾ പിന്നെ ജിദ്ദ റൂട്ടാണ്. അപ്പോൾ ഒരുപാട് മലകൾ തന്നെയാണ്, രണ്ട് ഭാഗത്തും മലകൾ. ഇവിടെ ആടുകളും ഒട്ടകവും എല്ലാം കൂടെ ആയിട്ട് ഇതൊക്കെ കാലക്രമേണ കുറേ കഴിയുമ്പോൾ ഇനി ഒക്കെ നിരത്തും. 2034 ഇവിടെ വേൾഡ് കപ്പ് വരുമ്പോൾ ഇവിടെയൊക്കെ നിരത്തി ഒരുപാട് പിന്നെ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വളരെ നല്ല, ഇന്നിപ്പോൾ റോഡ് തിരക്ക് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഉച്ച സമയമാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല തിരക്കുള്ള റോഡാണ്. പിന്നെ നല്ല നമ്മളെ നാട്ടിൽ അതേ കണ്ടീഷനിൽ മലയും പിന്നെ പച്ചപ്പും ഒക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഈ ബോർഡ് കാണുന്നത് നമ്മൾ ഉംറയ്ക്ക് വരുന്ന ആൾക്കാർ തായിഫിൽ വന്നാൽ മീക്കാത്ത്, അതായത് ഇഹ്റാം കിട്ടുന്ന പള്ളിയുടെ ഒരു അടുത്താണ്, നമ്മളടുത്തൂടെ ഇവിടുന്ന് 2 കിലോമീറ്റർ പോലെ പള്ളിയാണ്, മീക്കാത്ത് പള്ളിയാണ്. പിന്നെ ഇതൊക്കെ ഒരുപാട് ആൾ വീഡിയോ ചെയ്താണ്. പിന്നെ ഞാൻ തായിഫിൽ ജോലി ചെയ്യുന്നതിൻ്റെ പേരിൽ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം, നമ്മളൊക്കെ പ്രവാസികളാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കും. ഇടത്തെ ഭാഗത്ത് കണ്ടല്ലേ നമ്മുടെ പാർക്കുകളാണ്. ഇവിടെ ഒരുപാട് പാർക്കുകളുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ, നമുക്ക് വലിയ ആൾക്കാർക്കുള്ള പാർക്കുകൾ. കാരണം നമ്മളെ പിന്നെ ഇന്ത്യയിലെ ഒരു കൊടൈക്കനാൽ, ഊട്ടിയൊക്കെ മോഡലുള്ളൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് തായിഫ് എന്ന് പറയുന്ന സ്ഥലം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നല്ല തണുപ്പാണ്. ഇപ്പം പൊതുവേ ഗൾഫ് GCCയിലൊക്കെ തണുപ്പാണ്, പക്ഷെ തായിഫിൽ കൂടുതൽ മാസങ്ങൾ തണുപ്പുണ്ടാവും. കുറഞ്ഞ ദിവസത്തിൽ ഒരുപാട് തണുപ്പുള്ള സ്ഥലമാണ്. അതുപോലെ ചൂട് കുറവാണ്, ഓക്സിജൻ കുറവാണ്. നമ്മൾ മക്കത്ത് നിന്ന് കയറി വരുമ്പം വലിയൊരു ചുരം കയറിയിട്ട്, കാരണം നമ്മുടെ ആ ചുരം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ താമരശ്ശേരി ചുരമൊന്നുമല്ല, അതിനേക്കാളൊക്കെ പിന്നെ കിലോമീറ്ററുകളുള്ള ചുരമാണ്. പക്ഷേ കയറ്റം കുറവാണ്, 1 വേ ആണ്. പിന്നെ നല്ല വീതിയുള്ള 4 വരെ, അങ്ങോട്ട് 2 വരെയും ഇങ്ങോട്ട് 2 വരെയും നല്ല പിന്നെ ഇതുള്ള റോഡാണ്. ഞാൻ കാണിച്ചു തരുന്നുണ്ട്, അടുത്ത വീഡിയോയിൽ ചുരം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പോട്ട് പോരാ, മീക്കാത്തിലേക്കുള്ളൊരു വഴി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മീക്കാത്ത് ഒരു ദിവസം ഞാൻ മീക്കാത്ത് പോയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം സമയം കുറവാണ്. പിന്നെ എല്ലാവരും വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നാട്ടിൽ കോഴിക്കോട് ജില്ലയിലാണ്. പിന്നെ നമുക്ക് ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതാക്കണൊരു പാർക്ക് കണ്ടില്ലേ, അടുത്ത പാർക്ക് കണ്ടോ? കാരണം എന്ന് വെച്ചാൽ 1 കിലോമീറ്ററിലെ ചുറ്റളവിൽ തന്നെ ചെറിയ ചെറിയ പാർക്കുകൾ ഒരുപാട് കുട്ടികൾക്കുള്ള ഇത് ഒരുപാട് പാർക്കുകളുണ്ട്. ഇതാ അടുത്തത് കുറച്ച് മേലേക്കായിട്ട് വേറെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ അത് പാർക്കാണ്. ഇതാണ് നമ്മൾ മീക്കാത്തിലോട്ട് പോകുന്ന വഴി. ആ വഴി കണ്ട് ഒരു പച്ചക്കുപ്പം മേലെ കാണുന്നൊന്നറിയില്ല. ആ വഴിയാണ് മീക്കാത്തിലേക്ക് പോകുന്നത്. ആ പള്ളിയുടെ ഒരു സൈഡ് ഭാഗം ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഒരു പച്ചക്കുപ്പം കണ്ടില്ല. കാരണം പിന്നെ ഇവിടുന്ന് പോകുന്ന ആൾക്കാരൊക്കെ അവിടുന്ന് ഇഹ്റാം കെട്ടിയാണ് പോവുക. പിന്നെ തായിഫിൽ പിന്നെ മക്കത്ത് വരുന്ന ഉംറയ്ക്ക് വരുന്ന ആൾക്കാരൊക്കെ തായിഫിൽ വരും. തായിഫിൽ വന്നാൽ പിന്നെ എന്നിട്ടാണ് തായിഫിൽ ഒരുപാട് ചരിത്രങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ ഞാൻ കുറഞ്ഞ വീഡിയോകളിലായിട്ട് കാണിച്ചു തരും. ആ മേലൊക്കെ കാണുന്നത്, മേലോട്ട് കാണുന്നതൊക്കെ വീടുകളാണ്, ഒരുപാട് ലോങ്ങുകൾ. കാരണം വെച്ചാൽ ഇവർക്കൊക്കെ ടൗണിൽ വീടുണ്ടാവും, എന്നാലും ഇവർ വീക്കെൻഡിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനും എല്ലാ കാര്യങ്ങൾക്കുള്ള വീടുകൾ മേലെ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. മേലെ ചെറിയ ചെറിയ വീടുകൾ, ചെറിയ ചെറിയ ഫ്ലാറ്റുകൾ, അങ്ങനെ ഒരുപാടുള്ള സ്ഥലമാണ്. പിന്നെ ഇപ്പോൾ ഇതാക്കുന്നത്, ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇത് കാണിച്ചത്, നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ വില്ലകൾ ഉണ്ടാകുമല്ലോ, ഒരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ വില്ലകൾ. അതുപോലെ പിന്നെ ദിവസ റെൻറ്റിന് കൊടുക്കുന്നതാണ്, അങ്ങനത്തെ വില്ലകളുണ്ട് താഴെ. പിന്നെ അതുപോലെ ഇപ്പോൾ ഇവിടെ ഫ്രൂട്ട്സ് കച്ചവടം, ആദ്യം ചുരത്തിൻ്റെ താഴെയായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ പിന്നെ ഗവൺമെൻറ് ഫ്രൂട്ട്സ് കച്ചവടങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയ ഒക്കെ ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്. ഉച്ച സമയത്തിൻ്റെ പേരിൽ ചെറിയ നമ്മൾ തട്ടുകട എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്ത് വണ്ടി എന്നൊക്കെ പറയുന്ന ആ ഒരു കണ്ടീഷനിൽ ഇതാക്കി വെച്ചാണ്.